ഹായ് കൂട്ടുകാരെ, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 6ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധാപൂർവം പാഠഭാഗം ശ്രവിക്കാം. പാഠത്തിൻ്റെ പേര് പറക്കും വീട്. മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർക്കാല മഞ്ഞും പൂതച്ചു നിൽപ്പൂ. മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ടേ, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ. അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ. പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും. ഞാനാണ് കുഞ്ഞുവീട്, മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞുവീട്. യബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്. ഇനി വയ്യ. വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. മക്കൾ സ്കൂളിൽ പോകുന്നു. ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു. സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു. വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. ഇതാരുടെ സങ്കടമായിരിക്കാം? നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി അല്ലേ? കുഞ്ഞു വീടിൻ്റെ ഒരു സങ്കടമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. എങ്ങനെ പോകും? അങ്ങനെ കുഞ്ഞുവീട് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി. നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ. പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ. ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ. എങ്ങനെ പോകും? ആര് സഹായിക്കും? ഞാൻ സഹായിക്കാം. കുഞ്ഞുവീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! തിന്തക തിന്തകത്താരോ, തകതെയ്തകത്തെയ്തകത്താരോ. കാറ്റിൻ്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ പറക്കുന്നു വീട്. പച്ചയിൽ പാൽനിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി. ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തക തിന്തകത്താരോ, തകതെയ്തകത്തെയ്തകത്താരോ. തിന്തക തിന്തകത്താരോ, തകതെയ്തകത്തെയ്തകത്താരോ. നമ്മളെല്ലാവരും താമസിക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമല്ലേ? നമ്മളെല്ലാവരും വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മുടെ വീട് പോലെ ഉള്ളതാണോ എല്ലാവരുടെയും വീട്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേയൊക്കെ നമ്മുടെ വീട് പോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും വീട്. എന്നാൽ വിവിധ തരത്തിലുള്ള വീടുകളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള വീടുകൾ നിങ്ങൾക്കറിയാം? ഈ ചിത്രം നന്നായി നിരീക്ഷിക്കുക. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ നമുക്ക് കാണാം. മുതിർന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീടുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് കണ്ടെത്തി എഴുതണം കേട്ടോ. കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി ഒത്തിരി കാഴ്ചകൾ. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. ഞാനൊരു വലിയ കെട്ടിടമാണ്. എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. ഹോ, ഇത്രയും വലിയ വീടോ? കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. വിട്ടുപോയെടുത്ത് എന്താണെന്നുള്ളത് കണ്ടെത്തി എഴുതുക. ഡാഷ് വന്ന കാറ്റ്, ഡാഷ് സൗധങ്ങൾ, ഡാഷ് ടാറിട്ട റോഡുകൾ. എല്ലാവരും സ്വന്തമായി കണ്ടെത്തി എഴുതുക. ഹോ, എന്തൊരു ചൂട്! ഒരു മരം പോലുമില്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്താം എന്നൊരു പ്രവർത്തനമാണ് അടുത്തതായി നൽകിയിട്ടുള്ളത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം തൊഴിലുകൾ
ഉണ്ട് എന്ന് എല്ലാവരും അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക. വീട് നിർമ്മിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതി ചേർക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, വീട്ടിൽ കറണ്ടുണ്ട്. അപ്പോൾ കറണ്ട് വരണമെങ്കിൽ അത് ഏത് തൊഴിലുമായി ബന്ധപ്പെട്ട ആളായിരിക്കും ചെയ്യുക? അതുപോലെ പൈപ്പിൽ വെള്ളം വരുന്നു, അത് ഏതാളാണ് ചെയ്തത്? അങ്ങനെ ഓരോ കാര്യങ്ങളും ഓർത്ത് എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൊല്ലി രസിക്കാം. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, വിത്തുമുളച്ചോ കൊമ്പു തളിർത്തോ വേരിൽ നിന്നും പൊട്ടിമുളച്ചോ. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെ എങ്ങനെ എങ്ങനെയാ, തറ പടുക്കണം, തറ നിറയ്ക്കണം, കട്ടിള വെക്കണം, കതക് കൂട്ടണം, ചിന്തേരിട്ട് മിനുക്കിയെടുക്കണം, ചുമര് കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിൻ്റ് അടിക്കണം, പത്രാസാക്കണം. വീടുണ്ടാക്കുവതെങ്ങനെയാ, അങ്ങനെ അങ്ങനെ അങ്ങനെയാ. തണലു തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരിവരിയായി പുളിയുറുമ്പുകൾ. അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു. കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു. വഴിയറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി മലയും ഉരുൾപൊട്ടാനിടയുണ്ടേ. ഒരു പുഴയുടെ തീരം കണ്ടു കുടിപാർക്കാൻ ചെന്നു വീട്. അരുതെന്ന് വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ. കാടിൻ്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്ന് വിലക്കി കാട്. തകതെയ്തക തെയ്തക തെയ്ത, തകതെയ്തക തെയ്തക തെയ്ത, തകതെയ്തക തെയ്തക തെയ്ത, തകതെയ്തക തെയ്തക തെയ്ത. കാടിൻ്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണമെന്ത്? മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കും എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കണ്ടെത്തി എല്ലാവരും എഴുതുക. പറന്ന് പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ടൊരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി. എന്തൊരത്ഭുതം! മുറ്റത്തതാ കുഞ്ഞു വീട്. കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തു രസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറിയിറങ്ങി കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. നല്ല രസമുണ്ടായിരുന്നു അല്ലേ കേൾക്കാൻ? നമ്മുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒന്ന് എഴുതി നോക്കിക്കൂടെ? എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്തുക. ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? അടിവരയിട്ട പദത്തിന് പകരം പദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. സ്വീകരണം, അതിനാണ് പകരം പദം കണ്ടെത്തേണ്ടത്. അടുത്തത് പാടി രസിക്കാം. ജി ശങ്കരക്കുറുപ്പിൻ്റെ കുരുവി എന്ന് പറയുന്ന കവിത നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. വാ കുരുവി വരു കുരുവി വാഴക്കൈമേലിരി കുരുവി, നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ
തണൽ കിട്ടാതെ വലയരുതേ. ക്ഷണക്കത്ത്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് നമുക്കൊന്ന് വായിച്ചാലോ? ക്ഷണക്കത്ത്. മൈലാഞ്ചിമല. കൂട്ടുകാരെ, ഞാൻ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച അവിടെ താമസമാവുകയാണ്. രാവിലെ 10 മണിക്ക് മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി, മൈലാഞ്ചിമല. ഇവിടെ ഡേറ്റ് വിട്ടുപോയിട്ടുണ്ട് അല്ലേ? ആ ഡേറ്റ് നമ്മൾ എഴുതി ചേർക്കണം. വളരെ ലളിതമായ ഒരു ക്ഷണക്കത്താണ് നമ്മൾ കണ്ടത്. ഇതുകൂടാതെ നമുക്ക് മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും? അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വായിക്കാം. ഏറുമാടം. മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ. കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത്. ഈറ്റ, മുള, വൈക്കോൽ, പുല്ല്, കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടിയും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.